പുതിയ അഭിപ്രായമൊന്നുമല്ല സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു പ്രഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇത് എത്രയോ കൊല്ലങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. SNDP യോഗത്തിൻ്റെയും ശാഖകളുടെയും യൂണിയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ടുണ്ട് കയറണമെന്ന് ഞങ്ങൾ പ്രമേയം പാസാക്കി സർക്കാർ അവർക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചില മിക്കവാറും ആളുകൾ അംഗീകരിക്കുന്നു. കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത്. ശബരിമലയിൽ എല്ലാവർക്കും കയറാം, ഷർട്ട് മുണ്ടിവിടാം. അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റു ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ്. അദ്ദേഹം ഒന്നും ആലോചിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. നിഷ്കർഷിക്കുകയോ നിർദ്ദേശിക്കുകയോ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലഭേദങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടും. പക്ഷെ അത് ഒരു ആരോഗ്യപരമായ സംവേദനത്തിലൂടെയും ചർച്ചയിലൂടെയും ആയിരിക്കും. നമസ്കാരം. ശിവഗിരി മഠവും NSSും തമ്മിൽ തർക്കമുണ്ടായാൽ മഠത്തിൻ്റെ പക്ഷത്തായിരിക്കും SNDP യൂണിയൻ നിലകൊള്ളുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഷർട്ട് വിഷയത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ഊരുന്നത് അവസാനിപ്പിക്കണം എന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് പ്രമാണിയാകാൻ എന്നാണ് വെള്ളാപ്പള്ളി വിമർശിച്ചത്. സ്വാമി സച്ചിദാനന്ദയെ അയാൾ എന്ന് G. സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത് അടക്കമുള്ള വിഷയങ്ങളിലും പ്രതികരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായില്ല. BJPയും CPIഎമ്മും നേർക്കുനേർ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട സനാതന ധർമ്മ വിവാദത്തിലും സമർത്ഥമായി ഒഴിഞ്ഞുമാറുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. ശിവഗിരി മഠവും SNDPയും രണ്ട് തട്ടിലാകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ആശയക്കുഴപ്പം ഉണ്ട്. ശിവഗിരി നിലപാട് പിന്തുണച്ചാൽ SNDPയും NSSും എതിരാകും. മറിച്ചായാൽ ശിവഗിരിയെ പിന്തുടരുന്ന ഈഴവ വോട്ടർമാർക്ക് അതൃപ്തിയുണ്ടാകും. അതേസമയം ഷർട്ട് വിവാദത്തിൽ NSS നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും K. മുരളീധരനും രംഗത്ത് വന്നു. ശിവഗിരി മഠം NSS തർക്കത്തിൽ ഇരുവിഭാഗത്തെയും പരാമർശിക്കാതെയായിരുന്നു നേതാക്കളുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ക്ഷേത്രങ്ങളിൽ കയറാൻ ഉടുപ്പ് ഊരണം എന്ന നിബന്ധനയിൽ കാലാനുസൃതമായ പരിഷ്കാരം വേണം എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ പ്രതികരണം. ചെന്നിത്തലയും മുരളീധരനും പറഞ്ഞത് കോൺഗ്രസിൻ്റെ നിലപാടാണോ? ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പരിഷ്കാരം നടപ്പിലാക്കുമോ? ശിവഗിരിയെ തള്ളിയ വെള്ളാപ്പള്ളിയുടെ ഉള്ളിലിരിപ്പ് എന്താണ്? ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, SNDP യോഗം മുൻ പ്രസിഡന്റ്, N. ശ്രീകുമാർ, കോൺഗ്രസ് നിരീക്ഷകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ S. രാഹുൽ, ഇടത് സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ വിദ്യാസാഗറിൽ നിന്ന് തുടങ്ങാം. ശ്രീ വിദ്യാസാഗർ, നേരത്തെ പലപ്പോഴും NSSുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അടുപ്പവും പിണക്കവും SNDPയിൽ പ്രകടമായതാണ്, വെള്ളാപ്പള്ളി നടേശനിൽ പ്രകടമായതാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സ്വാമി സച്ചിദാനന്ദയെ തള്ളുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു പരാമർശം ഉണ്ടാവുകയും NSSുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മൗനം പാലിക്കുകയുമാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. എന്തായിരിക്കാം അതിനു പിന്നിൽ എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട് കാണുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഈ കാലത്തിനൊപ്പിച്ച് കോലം മാറ്റണം എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. കാലത്തിനൊക്കെ ഒപ്പിച്ച് വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റേണ്ടത് മാറ്റാനും പരിഷ്കരിക്കേണ്ടത് പരിഷ്കരിക്കാനും ഒക്കെ എല്ലാ സമൂഹവും തയ്യാറാകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സമൂഹം മുന്നോട്ട് പോവുക. ഈ മാറ്റങ്ങളെ, ആചാരങ്ങളെ, പല അനാചാരങ്ങളെയും വളരെ
മാറ്റപ്പെടാൻ പാടില്ലാത്തതാണെന്ന് ദൃഢമായി സമൂഹം വിശ്വസിച്ചിരുന്ന എത്രയോ വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങളെ ഉണങ്ങിയ ഈർക്കിലി ഒടിച്ചു കളയുന്നത് പോലെ ഒടിച്ചൊടിച്ചു കളഞ്ഞ് മുന്നോട്ട് സമൂഹത്തെ നയിച്ച നേതാക്കന്മാരല്ലേ ശ്രീ മന്നത്ത് പത്മനാഭനും അതുപോലെ ശ്രീനാരായണ ഗുരുവും ഒക്കെ. അതെ, അങ്ങനെ അവരുടെയൊക്കെ ആ പാതകളിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ആ പാതകളെ മണ്ണുമൂടി പോകാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും SNDP യോഗത്തിന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ഇല്ല, അത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്, ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് എന്നും ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ ഇതിപ്പോൾ അനുവർത്തിച്ചു വരുന്നുണ്ട് എന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞത് എന്നുമാണ്. പക്ഷേ അപ്പോൾ പോലും ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ പരാമർശത്തെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രമാണിയാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതെന്തിന്? താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടന്ന പരാമർശമാണ്. അതെന്തുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിൽ പ്രതികരിച്ചത് താങ്കളുടെ നിരീക്ഷണത്തിൽ? അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പപ്പോ തോന്നുന്ന ഓരോ അഭിപ്രായങ്ങൾ പലപ്പോഴും സമയത്തിനൊപ്പിച്ച് നിറം മാറിയും നിറം മാറാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ. ശരി, അവിടെയാണ് ഒരു സംശയം. സാഹചര്യം എന്നത് ശ്രീ വിദ്യാസാഗർ താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? ഈ രാഷ്ട്രീയ സാഹചര്യം അതിൽ പ്രസക്തമാണോ? രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും ഒക്കെ നോക്കിയാൽ അദ്ദേഹം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് എടുത്തിരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും പൂർവാപര വിരുദ്ധമായിട്ടും SNDP യോഗത്തിന്റെ ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും യോജിക്കാത്ത വിധത്തിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ധാരാളം നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനോടൊന്നും കാര്യമായിട്ട് പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ഒരു ആശയം അത് ചർച്ച ചെയ്യപ്പെടണം. പിന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ആവുമ്പം പെട്ടെന്ന് ആരെങ്കിലും പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു മാറ്റം എന്നതിനപ്പുറത്ത് സമൂഹത്തിൽ അത് വ്യാപകമായി ചർച്ച ചെയ്യുകയും അതിനനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കരണീയമായിട്ടുള്ളത്. കാലദേശോചിതം ഒരു ശ്ലോകമുണ്ടല്ലോ, കാലദേശോചിതം കർമ്മം ധർമ്മം, കാലദേശോചിതം കർമ്മം ധർമ്മം മിഥ്യഭ്യുദയത എന്നൊക്കെയാണെന്ന് പറയുന്നത്. അപ്പൊ കാലദേശങ്ങൾക്ക് അനുസരണമായിട്ട് ഓരോ കാര്യങ്ങളും മാറി വരിക, ആ കാലത്തിന് യോജിക്കുന്ന ധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കുക. അതാണ് സാമൂഹ്യ നേതാക്കൾക്കും ആത്മീയ നേതാക്കൾക്കും ഒക്കെയുള്ള ഉത്തരവാദിത്വം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, ഇവിടെ വിദ്യാസാഗർ സൂചിപ്പിച്ച ഒന്ന്, ഈ കാലാനുസൃതമായി കാലദേശങ്ങൾക്കൊക്കെ അനുസൃതമായി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുമ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഈ സംഘടനാ തലത്തിൽ പദവികളിൽ ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഒരു പരിധിവരെയെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി അതുമായി ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാറുണ്ട് എന്നത് വസ്തുതയാണ്. അത് എത്ര കണ്ട് തള്ളിക്കളഞ്ഞാൽ പോലും ഇപ്പോൾ തന്നെ ഈ NSSുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവിന് തിരികെ എത്താൻ പറ്റിയത് എന്നത് അടക്കമറിയാം. എന്നാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആരാണ്? ഏതെങ്കിലും രാഷ്ട്രീയമായ പ്രത്യേകമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളല്ല. അദ്ദേഹം NSSന്റെ യോഗത്തിലേക്ക് പെരുന്നയിലേക്ക് തിരികെ എത്തുന്നുണ്ട് എങ്കിൽ അതിനും ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ഒരു ഭാഗത്ത് അദ്ദേഹം ഈ ഷർട്ട് ഇടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് എന്ന് പറയുമ്പോൾ സ്വാമി സച്ചിദാനന്ദയെ അദ്ദേഹം പൂർണ്ണമായും തള്ളിപ്പറയുന്നു. അത് പ്രമാണിയാകാനുള്ള ശ്രമമായിരുന്നു എന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകർ സുകുമാരൻ നായർ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നു. അതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് വായിച്ചെടുക്കാൻ പറ്റുന്നത് ശ്രീകുമാർ?
ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ വിഷയത്തില് രമേശ് ചെന്നിത്തല സന്ദർശനം ഉൾപ്പെടുന്നില്ല. കാരണം അത് വേറൊരു വിഷയമാണ്. മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ രമേശിനെ ക്ഷണിച്ചു. അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഷർട്ട് വിവാദം സത്യത്തിൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു വലിയ ചർച്ചാ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ ഈ രാഷ്ട്രീയത്തെ ഒന്ന് ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ, മതവും രാഷ്ട്രീയവും എന്നത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മതവും രാഷ്ട്രീയവും വേർതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. മതത്തിൽ നിന്ന് രാഷ്ട്രീയത്തെയോ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നോ വേർതിരിക്കാൻ പറ്റില്ലെന്ന് ആദ്യമേ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് സത്യവുമാണ്. അപ്പൊ ഇപ്പോഴത്തെ ഈ ചർച്ചാ വിഷയം ഷർട്ട് ഇടണോ വേണ്ടതൊക്കെ ഉള്ള ചർച്ചാ വിഷയം പരിഷ്കൃത കേരളത്തിൽ അത്ര വലിയ ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ തന്നെ പരിഷ്കൃത കേരളമാണ് നമുക്കുള്ളത്. നമുക്ക് ഒരുപാട് അയിത്തോച്ചാടനവും അതുപോലെ തന്നെ അവർണർക്കും സവർണർക്കും ഒരുപോലെ തുല്യമായ ക്ഷേത്ര സന്ദർശനവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഷർട്ട് ഇടുന്നതോ ഇടാത്തതോ എന്നൊക്കെ പറയുന്നത് അതൊരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ഉള്ളതാണ്. ഇപ്പൊ ശബരിമലയിൽ ഷർട്ടൊക്കെ ഇടാം, അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ ചില ആശ്രമങ്ങളിൽ ഷർട്ട് ഇടാം, ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളിൽ എല്ലായിടത്തും പോയി ഷർട്ട് ഇടാം. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് അതൊക്കെ ചില വിഭാഗങ്ങളും ചില ക്ഷേത്രങ്ങളും ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതൊരു ചർച്ചാ വിഷയമാക്കിയതുകൊണ്ട് അത് ഷർട്ട് ഇട്ട് പോയത് കൊണ്ട് അപരിഷ്കൃതമാവുകയോ ഷർട്ട് ഇടാണ്ട് പോയാൽ അപരിഷ്കൃതവും ഷർട്ട് ഇട്ട് പോയാൽ പരിഷ്കൃതം എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു അർത്ഥവും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഷർട്ട് ഊരിക്കഴിഞ്ഞാലും അത് പുതയ്ക്കും. എന്തെങ്കിലും വലിയ നേരിയത് കസവ് നേരി എടുത്തിട്ടാണ് പുതയ്ക്കുന്നത്. 125 രൂപയ്ക്ക് ഷർട്ട് കിട്ടും. ഒരു കസവ് നേരിയ പുതയ്ക്കണമെങ്കിൽ 10-600 റുപ്യ കൊടുക്കണം. അപ്പൊ അതൊക്കെ ക്ഷേത്രത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ നേരിയതിനൊക്കെ ആളുകൾ കാണുന്നത്. നേരെ മറിച്ച് ലുങ്കി ഉടുത്ത ആരെങ്കിലും പോകാറുണ്ടോ അമ്പലങ്ങളിൽ? ഇല്ലല്ലോ. ലുങ്കി ഉടുത്തിട്ട് അതിന്റെ മുകളിൽ ഷർട്ട് ഇട്ടിട്ട് പോയാൽ അമ്പലത്തിൽ കടത്തുവോ? ഇല്ല. ചിലടത്ത് പാന്റ് ഇടാൻ പറ്റില്ല, ചിലടത്ത് ചുരിദാർ ഇടാൻ പറ്റില്ല. അതൊക്കെ ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിലെ ചർച്ചാ വിഷയമല്ലാണ്. അതിലും വലിയ വിഷയങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഇത് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ എന്താണ്, ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. കാരണം അദ്ദേഹത്തിന് ആ വേദിയിൽ ഇത് പറയണം. കാരണം അത് ശിവഗിരി ഭക്തിയും അതുപോലെ നമ്മുടെ സാമൂഹ്യ സേവനങ്ങളും നവോത്ഥാനവും ഒക്കെ കേന്ദ്രീകരിക്കുന്ന ഒരു സമ്മേളനമാണ്. അതിനെ മുഖ്യമന്ത്രി അത് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞാണ് ശരിയെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയേണ്ട ആളല്ലല്ലോ. അത് മുഖ്യമന്ത്രി ഇത് പ്രവർത്തിച്ച് അയച്ചു കൊടുക്കേണ്ട ആളല്ലേ. കാരണം നവോത്ഥാന കേരളം ആണല്ലോ നമ്മളിപ്പോ ഇതിപ്പോ നവോത്ഥാന കേരളം എന്നാണല്ലോ CPM പറയുന്നത്. കാരണം 2016 വരെ കേരളം ഇരുട്ടിലായിരുന്നു. 2016 ശേഷം നവകേരളം എന്നാണല്ലോ അവരുടെ ചിന്ത. നവകേരളത്തിൽ എന്താ നടക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മൾ ചർച്ച ചെയ്യുന്നതേ ഇല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നവോത്ഥാന കേരളത്തിലെ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് ആ സംവിധാനം? ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത് ഗവൺമെന്റ് ആണ്. ദേവസ്വം ബോർഡുകളിലെ ചെയർമാൻമാരും പ്രസിഡന്റുമാരും CPMന്റെ നോമിനികളാണ്. തിരുവിതാംകൂർ, മലബാർ, കൊച്ചി. ഈ ദേവസ്വം ബോർഡുകളിലെ തീരുമാനങ്ങൾ അന്തിമമായി എടുക്കുന്നത് ഇവരെന്താ അവസാനം പറയാ? അതൊക്കെ തന്ത്രി തീരുമാനിക്കുന്നതാ പറയാ. അപ്പൊ മന്ത്രിയല്ല ഇവിടെ, തന്ത്രിയാണ്. അപ്പൊ ക്ഷേത്രാചാരങ്ങളിൽ തന്ത്രി അവസാന വാക്കാണെന്ന് എല്ലാവരും പറയും. അത് കോൺഗ്രസ്സുകാരും പറയും, BJPക്കാരും പറയും, CPMമാരും പറയും. കോൺഗ്രസ്സുകാരും BJPക്കാരും വിശ്വാസികളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നവരാണ്. CPM അങ്ങനെ അല്ല, അവരിപ്പോഴാണ് വിശ്വാസികളുടെ ഒപ്പം വന്നത്. അല്ല, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അത് അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ? ഇപ്പോൾ സാധാരണ നിലയിൽ പരമ്പരാഗതമായി അങ്ങനെ തന്നെയല്ലേ? അതാണല്ലോ ഇവിടെ ഉയരുന്ന ചോദ്യവും. അതായത് ഈ ക്ഷേത്രാചാരങ്ങളിലടക്കം വ്യത്യാസം വരുത്തണമെങ്കിൽ അത് രാഷ്ട്രീയ ഇടപെടലിലൂടെ അല്ല, അത് ആ വിഭാഗത്തിലെ ആചാര്യന്മാരും പുരോഹിതരും ഒക്കെ കൂടി ആലോചിച്ച് നടപ്പിലാക്കട്ടെ എന്നുള്ളതാണല്ലോ. അല്ല, ഗവൺമെന്റ് തീരുമാനിക്കാനുള്ള ചില കാര്യം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പറഞ്ഞതാണ്. അതെവിടെ എത്തിയത്? അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പറഞ്ഞതല്ലേ. പിന്നെ CPMന്റെ പാലക്കാട് പ്ലീനറി സമ്മേളനം അന്ധവിശ്വാസത്തിനെതിരെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണിത്. പാർട്ടിയുടെ നിലപാട് എന്താ ഇതില്? അതായത് അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് അവരുടെ എത്തിക്കൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച പല കാര്യങ്ങളും ഉണ്ട്. അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് അവർ മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ കോൺഗ്രസിനെ പോലൊന്നും അല്ലല്ലോ.
അവർ ഓരോന്നിനും അവർക്ക് തിയറിറ്റിക്കൽ ഉണ്ട്, ഓർഗനൈസേഷണൽ എത്തിക്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്താം. ഈ ഓർഗനൈസേഷണൽ എത്തിക്സ്, ഞാൻ ഇപ്പോഴാണത് ഈ ചർച്ചകൾക്ക് അത് പ്രാധാന്യമുണ്ട്. ഓർഗനൈസേഷണൽ എത്തിക്സ് പ്രകാരമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവർ പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഓർഗനൈസേഷണൽ എത്തിക്സ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല, കൂട്ടായ തീരുമാനം ശാസ്ത്രീയമായി എടുത്ത് അതാണ് പാർട്ടി പറയേണ്ടത്. അപ്പൊ മുഖ്യമന്ത്രി ഒരു വേദിയിൽ പറഞ്ഞ കാര്യമാണ്, അല്ലാണ്ട് പാർട്ടി എടുത്ത തീരുമാനമല്ല. ആ അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, അങ്ങനെ ദേവസ്വം ബോർഡുകൾ നേരിട്ട് തീരുമാനമെടുത്താൽ അത് ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല മാത്രമാണല്ലോ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളൂ. മറ്റ് ജാതി മത വിഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കുമോ? അല്ല, അതിനാണ് എന്തിനാ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത്? എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ദേവസ്വം മുമ്പ് കൊടുത്തിരുന്നത് ഘടകകക്ഷികൾക്കാണ് ഒരു ഘട്ടത്തിൽ ഒഴിച്ച്. അതെ, കടന്നപ്പള്ളി രാമേന്ദ്രന്റെ ഘടകകക്ഷിയെങ്കിലും സർക്കാർ സംവിധാനം ഒന്നല്ലേ സാർ, അവിടെ ഘടകകക്ഷി എന്നത് വ്യത്യാസമുണ്ട്. ആ ബന്ധപ്പെട്ട കക്ഷികളും ആ ബന്ധപ്പെട്ട മന്ത്രിയുടെയും വിശ്വാസത്തോടെ പ്രശ്നമാണ്. വിശ്വാസിയായ കടന്നപ്പള്ളി രാമേന്ദ്രനും വിശ്വാസി അല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അവിടെ. അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മിനിഞ്ഞാന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല ഇതൊന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മറ്റു ദേവസ്വങ്ങളായിട്ട് തീരുമാനിക്കാം. മറ്റു ദേവസ്വങ്ങളായിട്ട് തീരുമാനിക്കണമെങ്കിൽ അപ്പോൾ താങ്കൾ എന്താണ് ഈ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സച്ചിദാനന്ദ സ്വാമിയെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിലൂടെ എന്ത് ലക്ഷ്യം വെച്ചു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? അത് അവരുടെ പിന്നാക്ക സമുദായത്തിന്റെ വോട്ടുകൾ കുറെ കാലമായിട്ട് CPM-ന് കൂടുതലായി കിട്ടുന്നില്ല. അതായത് നായർ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ CPM-ൽ നിന്ന് അകന്നകന്ന് പോയി. ഈ മറ്റേ പിന്നാക്ക വിഭാഗത്തിലും അധസ്ഥിത വിഭാഗത്തിലുമുള്ള വോട്ടുകൾ അവർക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്നു. അത് കിട്ടിക്കൊണ്ടിരുന്നതും ഇപ്പൊ കൃത്യമായി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ മറ്റേ ശിവഗിരി മഠത്തിൽ പോയിട്ട് ശിവഗിരി മഠത്തിലെ സന്യാസി സ്റ്റേഷൻ പറയുന്ന കാര്യത്തെ അങ്ങ് പിന്തുണച്ചേക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെ പിന്തുണച്ചുകൊണ്ട് കാര്യമില്ല, പിന്തുണയ്ക്കാൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് സംഘപരിവാറിന്റെ ആണ് സനാതന വിഷയം എന്ന്. ആണോ? സനാതന വിഷയം എന്ന് പറയുന്ന സംഘപരിവാരമായിട്ട് ബന്ധപ്പെട്ടതാണോ? തീർച്ചയായും നമ്മൾ സനാതന വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. ഒപ്പം താങ്കൾ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് സനാതനം തീർച്ചയായും അന്നത്തെ പ്രസംഗത്തിൽ ഒരു വലിയ പോർഷൻ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു നടത്തിയത്. നമ്മൾ ഈ വിഷയം ഇന്ന് 3-ാമത്തെ ദിവസമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തിരികെ പോകാത്തതൊപ്പം നമ്മളോടൊപ്പം യുവരാജ് ഗോകുൽ ഉൾപ്പെടെ ചേരുന്നുണ്ട്. ഇതിൽ താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് പിന്നാക്ക വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ഒരു നീക്കമാണോ നടത്തിയിരുന്നത്? അവിടെ ഈഴവ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ സംഘടനകളുടെയും പിന്തുണയുണ്ടാകും എന്ന് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി CPIM പ്രതീക്ഷിച്ചോ? അതിനൊരു മാറ്റം ഉള്ള തരത്തിലാണോ ഇന്ന് SNDP-യുടെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വന്നത് എന്നുള്ള സംശയമാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഞാൻ യുവരാജ് ഗോകുലിലേക്ക് പോകുന്നു. അതിനു മുമ്പ് വളരെ പെട്ടെന്നൊരു ഇടവേളയിലേക്ക്. ചർച്ചയിലേക്ക് തിരികെ എത്തുമ്പോൾ ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടന്ന ചർച്ചകളിൽ ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തുന്ന ഒരു നിലപാട് BJP അനുകൂലമായ പ്രതിനിധികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മാത്രവുമല്ല, ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അത് വലിയ തോതിൽ BJP ചർച്ചയാക്കുകയും ചെയ്തു. അവിടെ ചർച്ച നടന്നാൽ തന്നെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നാക്ക വിഭാഗങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാകുമെന്നും ആ ഐക്യം തങ്ങൾക്ക് അനുകൂലമാകുമെന്നും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും CPIM-ഉം കരുതിയിട്ടുണ്ടാകാം എന്നതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പക്ഷേ അങ്ങനെയാണോ? ഇന്നിപ്പോൾ ഈ SNDP പ്രതികരണം വരുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം വരുമ്പോൾ, അദ്ദേഹം സാധാരണ സുകുമാരൻ നായരെ വിമർശിക്കാനുള്ളൊരു സാധ്യത എല്ലാവരും കണ്ടിരുന്നുവെങ്കിൽ വലിയ വിമർശനത്തിന് തയ്യാറായില്ല. വിമർശനം ഉണ്ടായതാകട്ടെ ശിവഗിരി മഠത്തിന് നേരെ അല്ലെങ്കിൽ സ്വാമി സച്ചിദാനന്ദയ്ക്ക് നേരെ എന്ന് പറയാം. അതെന്തുകൊണ്ട് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്?
അഭിലാഷ്, ഇതിനകത്ത് ശ്രീകുമാർ സാർ വളരെ ലോജിക്കലായിട്ടാണ് ആ വിഷയത്തിൽ സംസാരിച്ചത്. അതിനോട് ചേർന്ന് നിന്ന് തന്നെ സംസാരിക്കാൻ തന്നെയാണ് ഞാനും താല്പര്യപ്പെടുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വിഭജിക്കൽ രാഷ്ട്രീയം പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഒന്ന്, ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിനെ പരിപൂർണമായും തള്ളിക്കളയാനും തയ്യാറാകുന്നില്ല ഞാൻ, അദ്ദേഹം പറഞ്ഞതിനെ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളുവാനും തയ്യാറാകുന്നില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലെ ഒരു ഭാഗത്തിനെ ഓൺ ചെയ്തിട്ടുണ്ട്. എന്താണ്, ഷർട്ട് ഇട്ട് അമ്പലങ്ങളിൽ കയറുക എന്ന് പറയുന്നത് SNDP യോഗം വളരെ മുമ്പ് തന്നെ എടുത്തിരുന്ന ഒരു നിലപാടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനകത്ത് നമുക്ക് വിയോജിപ്പ് വരുന്ന ഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ഇത് പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഷർട്ട് ഇടാതെ അകത്ത് കയറണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിനകത്ത് വലിയൊരു ലോജിക്ക് ഇല്ലായ്മയുണ്ട്. കാരണം ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളല്ല. ഇതിനെല്ലാം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് പലതും. ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ മലയാളി ഷർട്ട് തിരിച്ചു തുടങ്ങിയിട്ട് എത്ര പതിറ്റാണ്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ ലോജിക്കലി ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെയും അതിനകത്തുള്ളൊരു 50% മനുഷ്യരും ഷർട്ടുകളൊന്നും ധരിക്കാത്ത മനുഷ്യരെ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്ന വസ്തുതകൾ തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ എങ്ങനെയാണ് പൂണൂലുണ്ടോ അത് നമുക്ക് ലോജിക്കലി തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അടുത്ത ആരോപണവുമായിട്ട് വരും എന്താണ്, അന്നത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാരും ക്ഷേത്രങ്ങളിൽ പോയിരുന്നില്ല, അയിത്തം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ തന്നെ നിങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 10 സമുദായങ്ങളുടെയെങ്കിലും, അതിൽ OBC കമ്മ്യൂണിറ്റി ഉണ്ട്, SC കമ്മ്യൂണിറ്റി ഉണ്ട്, നായർ കമ്മ്യൂണിറ്റി ഉണ്ട്, ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ പലരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ, അല്ലാണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം മാത്രം ക്ഷേത്രങ്ങളിൽ പോയി തുടങ്ങിയ ഒരു സമ്പ്രദായമൊന്നുമല്ല അവിടെയൊക്കെ നിലനിൽക്കുന്നത്. വിവിധ സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങളുടെ എല്ലാം അതാത് സമുദായങ്ങളുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവരും പോയിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം വന്നതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിയുള്ള സമുദായ ക്ഷേത്രങ്ങളിലേക്ക് എല്ലാവരും പോയി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷർട്ട് ധരിക്കാതെ വരാൻ പറഞ്ഞിരിക്കുന്നത് പൂണൂല് കാണാനാണ് എന്ന് പറയുന്ന ഒരു വാദം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ അതിനകത്ത് ആ പറഞ്ഞിരിക്കുന്നതിനകത്ത് വലിയ ഒരു ഭിന്നിപ്പിക്കൽ സാധനം അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ, അദ്ദേഹം അറിയാതെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കും. ഈ പറയുന്ന ചില ഇടത് ചരിത്രകാരന്മാരെന്ന് പറയുന്നവർ ഇത്തരം നറേറ്റീവുകൾ ഉണ്ടാക്കാൻ നോക്കുകയും അദ്ദേഹം ആ തെറ്റിദ്ധാരണയിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. പിണറായി വിജയൻ അതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയം കാണുകയും അവിടെ നിന്നുകൊണ്ട് തുടങ്ങുകയും അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹം എന്താണ് ഗുരു വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച ആളാണ് എന്നൊക്കെ ഉള്ള തരത്തിൽ പറയുന്നത്. അത് തന്നെ തെറ്റാണ്. കാരണം ആശ്രമധർമ്മം ഒന്നും ഗുരു ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഗുരു തന്നെ ഒരു സന്യാസാശ്രമത്തിൽ നിലനിന്നിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു പക്ഷേ ദശനീമി സന്യാസാശ്രമത്തിലായിരിക്കില്ല, എന്നാൽ പോലും അദ്ദേഹം ഒരു സന്യാസാശ്രമത്തിൽ തന്നെ നിലനിന്നിരിക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പള്ളാത്തുരുത്തിയിലെ, ഒരുപക്ഷെ ഈ ഫ്ലോറിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, പള്ളാത്തുരുത്തിയിലെ സ്പീച്ചിൽ വളരെ കൃത്യമായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന സനാതന ധർമ്മമാകുന്നു എന്ന് തന്നെ ഗുരു പറഞ്ഞാണ്. അപ്പൊ ഗുരുവിനേക്കാളും വലിയ ഗുരു പിണറായി വിജയൻ ആകേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ. അപ്പോൾ പിണറായി വിജയന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി കുറച്ച് കാലമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സ് ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ നായർ ക്രിസ്ത്യൻ മുസ്ലിമാണ് കാലങ്ങളായിട്ട് UDFന്റെ പുറകിൽ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈഴവ അതർ OBC പ്ലസ് SC ആണ് ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് നിലനിന്നിരുന്നത്. അപ്പോൾ പിണറായി ധരിച്ചു വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായർ വോട്ട് UDFൽ നിന്ന് സ്പ്ലിറ്റായി BJPയിലേക്ക് പോകുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും അവിടെ നിന്ന് മുസ്ലിം വോട്ടിനെയും ക്രിസ്ത്യൻ വോട്ടിനെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം ഭരിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പോടുകൂടി അങ്ങനെയല്ലെന്നും CPMന്റെ വോട്ട് ബേസിൽ ഉണ്ടായിരുന്ന ഈഴവ വോട്ട് ഉൾപ്പെടെ ഇളകുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം, ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വന്നത് മാത്രമാണ് നമ്മൾ ശിവഗിരിയിൽ കാണുന്നത്. അതിന്റെ പേരിൽ മാത്രമാണ് ഈ അനാവശ്യമായ ചർച്ചകൾ. കേരളത്തിൽ എത്രയോ പ്രൊഡക്റ്റീവായ വിഷയങ്ങളിൽ ചർച്ച നടത്താന്നേ, എന്തിനാ ഇത്തരം അനാവശ്യമായിട്ടുള്ള ഒരു വിഷയങ്ങളിൽ മാത്രം ചർച്ച ഓർന്നു വിടുന്നത്? പിന്നെ ഈ പറയുന്ന NSSും SNDPയും അല്ലെങ്കിൽ SNSSും ശിവഗിരി മഠവും ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സുകുമാരൻ നായർ ഒരു വിഷയം പറഞ്ഞിരിക്കുകയാണ്. സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? ഷട്ടിടാതെ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കരുതി NSS മാനേജ് ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണോ? നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ കോട്ടയ്ക്കകത്തേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ NSS മാനേജ് ചെയ്യുന്ന ഒരു നാഗരാജ വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ ആരും ഷട്ട് അഴിച്ചിട്ടല്ല കയറുന്നത്, ഷട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് കയറുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നായർ കുടുംബങ്ങളെ മാനേജ് ചെയ്യുന്ന എത്രയോ മഹാക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഈഴവ കുടുംബങ്ങൾ മാനേജ് ചെയ്യുന്ന മഹാക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ആൾക്കാർ ഉടുപ്പിട്ടുകൊണ്ട് തന്നെ കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്.
ഷർട്ട് ധരിച്ചുകൊണ്ട് തന്നെ കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന നായർ കമ്മ്യൂണിറ്റിയുടെ ക്ഷേത്രങ്ങൾ മുഴുവനും ഉടുപ്പ് ധരിക്കാതെ കയറുന്നതാണ്, അല്ല ഈഴവ കമ്മ്യൂണിറ്റിയുടേത് മാത്രമാണ് ഉടുപ്പ് ധരിച്ച് കയറുന്നത്, അങ്ങനെയൊന്നുമില്ല. പല ക്ഷേത്രങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി സംഭവിക്കുന്നുണ്ട്. അവിടെ യുവരാജ്, ഈ ശ്രീകുമാർ സാർ പറഞ്ഞതാകട്ടെ, താങ്കൾ അതിനോട് ചേർത്ത് വെച്ചതാകട്ടെ, ഈ പറയുന്നത് പോലെ പിന്നാക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഇഴയെടുപ്പം പാർട്ടിക്ക് വരാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് കരുതുക. അവിടെ എങ്ങനെയാണെങ്കിൽ NSSന്റെ സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം അതിനുതകുന്ന തരത്തിൽ തന്നെയല്ലേ? അദ്ദേഹം ശിവഗിരിയെ തള്ളിപ്പറയുന്ന, അതായത് സ്വാമി സച്ചിദാനന്ദയൊന്നും ഇതിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറയുന്നു. ഉടനെ സച്ചിദാനന്ദയുടെ മറുപടി വരുന്നു, ഞാൻ എന്തുകൊണ്ടും ഇത് പറയാൻ യോഗ്യനാണ് എന്ന തരത്തിലുള്ള മറുപടി പറയുന്നു. അപ്പോൾ പൊളിറ്റിക്കലി ഇത് നേട്ടമാകാം ഇപ്പോഴും CPIM-ന് എന്നതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതല്ലേ ഇപ്പോൾ പോകുന്ന സാഹചര്യം. അഭിലാഷ്, അത് തന്നെയാണ് പറയുന്നത്. അത് തള്ളിക്കളഞ്ഞില്ല. പിണറായി വിജയൻ ഉദ്ദേശിച്ചത് എന്താണ്? പിണറായി വിജയൻ ഉദ്ദേശിച്ചത് വളരെ കൃത്യമായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളർന്നു വരുന്ന ജാതിക്ക് അതീതമായിട്ടുള്ള ഒരു ഐക്യത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത്. അല്ലെ, ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പിന്നോക്ക സമുദായങ്ങളുടെ ഇടയിലുള്ള ഒരു ഇഴയടുപ്പം സൃഷ്ടിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഴയടുപ്പത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ ഇവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സച്ചിദാനന്ദ സ്വാമി പറയുന്നതായിരുന്നാലും ശരി, സുകുമാരൻ നായർ പറയുന്നതായിരുന്നാലും ശരി തന്നെയാണ്, വളരെ ശരി, രണ്ടുപേരും പറയുന്നത് ശരി തന്നെയാണ്. രണ്ടുപേർക്കും അത് പരസ്പരം മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിനകത്തൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അതിൽ കൺഫ്യൂഷൻ കിടക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശിവഗിരി മഠത്തിലേക്ക് പോകുന്ന ആൾക്കാർ എന്ത് വസ്ത്രം ധരിച്ചു പോകണമെന്ന് നാളെ ഇസ്കോൺ മഠത്തിലുള്ള ആൾക്കാർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവരൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാകുമോ? ഇല്ല. അമൃതാനന്ദമയി മഠത്തിലേക്ക് എങ്ങനെ പോകണമെന്ന് ശ്രീരാമകൃഷ്ണ മിഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ഓരോ മഠങ്ങൾക്കും ഓരോ വിഭാഗങ്ങൾക്കും അവരവരുടേതായിട്ട് കാലങ്ങളായിട്ട് അവർ പിന്തുടർന്നു പോകുന്ന സമ്പ്രദായമുണ്ട്. ശിവഗിരി മഠത്തിനെ സംബന്ധിച്ചിടത്തോളം, ശ്രീനാരായണീയ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ വേണം എന്ന് ആധികാരികമായി പറയുവാൻ അവകാശവും അധികാരവും ഉള്ള ആൾ തന്നെയാണ് സച്ചിദാനന്ദ സ്വാമി. അതിനകത്ത് ആർക്കും ഒരു എതിർപ്പുമില്ല. അതുപോലെ തന്നെ NSSന് ഊരായ്മയുള്ള ക്ഷേത്രങ്ങളിൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് പറയുവാൻ അധികാരവും അവകാശവുമുള്ള ആൾ തന്നെയാണ് സുകുമാരൻ നായർ. അപ്പോൾ ഈ പറയുന്ന എന്താണ്, എല്ലാവരും ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണ്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വത്വവുമുണ്ട്. അപ്പോൾ ഒന്നിന്റെ മേലേക്ക് മറ്റൊരാൾ കടന്നു കയറുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ആവും. ഇവിടെ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും 80-90% മുഖ്യമന്ത്രിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. സച്ചിദാനന്ദ സ്വാമിക്ക് പറയുവാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചരിത്രപരമായിട്ട് ചില ഇടത് ചരിത്രകാരന്മാരെ എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നറേറ്റീവ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചർച്ചയുടെ സമയത്ത് അദ്ദേഹത്തിനോട് പറയാവുന്നതും അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താവുന്നതുമായിട്ടുള്ള വിഷയം തന്നെയാണ്. ആധ്യാത്മിക വിഷയമല്ല, അത് ചരിത്രപരമായ ഒരു വിഷയം, സാമൂഹികപരമായ ഒരു വിഷയമാണ്. അത് അദ്ദേഹത്തോട് പറയാവുന്നത്. പക്ഷെ പിണറായി വിജയൻ അതിനകത്ത് കണ്ടത് ചോര എന്താണ്, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് പ്രിയം എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ അതിനകത്ത് കണ്ടിരിക്കുന്നത് തന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഭിന്നത എങ്ങനെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുവാൻ അല്ല എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ. അവിടെ ഈ SNDPയുടെ ഒരു പിന്തുണ ലഭിക്കാതെ പോകുന്നു എന്ന് കൂടി നിരീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, അത് കൃത്യമായിട്ട് എല്ലാവർക്കും രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമല്ലോ പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇന്ന് തന്നെ വെള്ളാപ്പള്ളിയുടെ മറ്റൊരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ, നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള അദ്ദേഹം മാറ്റി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതിലേക്ക് അദ്ദേഹം അതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭിന്നത ഉണ്ടാക്കലാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് പരിപൂർണമായിട്ട് അത് ബോധ്യം വന്നിട്ടുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുള്ള പ്രതികരണം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഒരു 80-90% പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടുള്ള സുകുമാരൻ നായരുടേതായിട്ടുള്ള പ്രസ്താവനയായിട്ടും വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ടൈം ബാൻഡ് ആണ്, അതുകൊണ്ടാണ് ഞാനൊരു ഇടവേളയിലേക്ക് കൂടി പോകുന്നത്. ശ്രീ രാഹുൽ, താങ്കൾ ചർച്ച സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. താങ്കൾക്കാണ് ഇതിൽ കൂടുതൽ മറുപടിയും നൽകേണ്ടത്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാഹുൽ, കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, വോട്ട് വിഹിതം പരിശോധിച്ചാൽ, അവിടെ ഇടതുപക്ഷത്തെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്.
ചില സാമുദായിക നേതാക്കളെങ്കിലും പരസ്യമായി വിമർശനം ഇടതുപക്ഷത്തിന് നേരെ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പഴയതുപോലുള്ള ഒരു ഐക്യപ്പെടലോ പിന്തുണയോ ഒന്നും നൽകിയിരുന്നില്ല ഇടതുപക്ഷത്തിന്, CPM-ന് എന്നത് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് 2 ദിവസമായി ഞാൻ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അദ്ദേഹം ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങളിൽ അവിടെ NSSുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഷർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് എന്ന് പറയുമ്പോൾ തന്നെ ശിവഗിരി മഠത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനം, അതായത് ഒരു ഹിന്ദു ഏകീകരണം ആവശ്യമാണ്, ഹിന്ദു ഐക്യം ആവശ്യമാണ് എന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാവുക ഇടതുപക്ഷത്തിനായിരിക്കുമോ? അതില് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, സ്വാമി സച്ചിദാനന്ദ ഒരു പ്രസംഗം നടത്തുന്നു, അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിക്കുന്നു. അതിനെ സംബന്ധിച്ച് തുടർന്ന് സംസാരിക്കുന്ന മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതിപാദിച്ചു പോകുന്നു. ആ വിഷയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതോടുകൂടി എല്ലാ വോട്ടുകളും വന്ന് ഇടതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ CPM-ലേക്ക് കേന്ദ്രീകരിക്കുമെന്നുള്ള ഒരു ചർച്ച തന്നെ അസംബന്ധമായ ഒരു ചർച്ചയാണ്. അതൊരു വിഷയത്തെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു ചർച്ചയാണ്. ശ്രീകുമാർ സാർ വളരെ ശ്രദ്ധിച്ചിരുന്നത്, അദ്ദേഹം ഈ ഒരു വിഷയത്തെ വളരെ ബുദ്ധിപരമായി കോൺഗ്രസിന് ഈ നവോത്ഥാനത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തെ മുന്നോട്ട് നടത്താനുള്ള ഒരു നീക്കത്തിലോ യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവും ഇല്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊന്ന് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. എന്താ വിഷയം? എന്താ കേരളത്തെ ഒരു വിഷയത്തിൽ ഒരു പരിഷ്കൃത, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത്തരം ഒരു വിഷയം പോലും നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം ഇതൊരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം ഒരു വിഷയത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സംസാരത്തിലുടനീളം സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെയോ മാത്രം ഒരു ഉത്തരവാദിത്തമാണെന്ന് കരുതുന്നത് തന്നെ കേരളത്തെ പിന്നിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സാമുദായിക സംഘടനകളും എല്ലാ സാമൂഹ്യ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഏതൊരു തരത്തിലുള്ള അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു മുന്നണി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കേരളം പോലെ ഒരു സമൂഹത്തിൽ നടക്കേണ്ടത്. നമ്മൾ അങ്ങനെ രൂപപ്പെട്ടു വന്നൊരു സമൂഹമാണ്. ഈ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലടക്കം സൂചിപ്പിച്ച ശരിയാണ്, നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലടക്കം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് വലിയ പങ്കുണ്ട്. അവിടെ ശ്രീ രാഹുൽ, താങ്കൾ പറഞ്ഞതിന്റെ യുക്തിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പോലും നമുക്കറിയാമല്ലോ മറ്റ് ഇതര മതവിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പരാമർശം, ഇപ്പോൾ ഭക്ഷണം എന്നത് നമ്മുടെ ഒരു അവകാശമാണ്, വസ്ത്രം എന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്ന മറ്റിതര മതങ്ങളിലടക്കം ഇത്തരം വസ്ത്രധാരണ രീതികളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സമയമുണ്ട്. അന്നൊക്കെ ഇടതുപക്ഷം ഇതൊരു വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്നു. അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം, വിശ്വാസപ്രകാരം അങ്ങനെ വസ്ത്രം ധരിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയും ഇപ്പുറത്ത് തിരിച്ചൊരു പ്രസ്താവനയിലേക്ക് പോവുകയും ചെയ്യുന്നില്ലേ എന്ന് സംശയിക്കുന്നു. ഇതിന് നമ്മൾ ഇപ്പുറത്തുനിന്ന് കണ്ട കാര്യം ഓരോ വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഇപ്പോ സ്വാമി സച്ചിദാനന്ദ പറയുന്ന അതേ വിഷയം തന്നെയാണ് നേരത്തെ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞത്. ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി പറയുന്ന സമയത്ത് അത് ഒരു രീതിയിലും ഒരു ചർച്ച, ഇത്തരത്തിലൊരു വലിയ ചർച്ചയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയല്ല ശ്രീ രാഹുൽ, അതായത് ഏതെങ്കിലും സന്യാസി സമൂഹം പറഞ്ഞതിന്റെ പേര് മാത്രമല്ല, അതിന് മുഖ്യമന്ത്രി കമന്റ് ചെയ്തു എന്നുള്ളിടത്താണ് ചർച്ച ആരംഭിച്ചത്. തീർച്ചയായും ഇത്തരം സാമൂഹികമായ മാറ്റം അല്ല, ഞാനൊന്ന് ഇടപെടുന്നത് ഇവിടെ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പൂർണ്ണമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ല. താങ്കൾ അന്ന് സ്വാമി പറഞ്ഞത് കൊണ്ട് ചർച്ചയായില്ല, ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞപ്പോൾ ചർച്ചയായി എന്ന് അല്ല. ഈ ആവശ്യം SNDP ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതിൽ കമന്റ് ചെയ്യുമ്പോഴാണല്ലോ കുറച്ചുകൂടി ആ വിഷയത്തിന് ഗൗരവം വന്നത്. അങ്ങനെയാണ് ചർച്ചയായത്. തീർച്ചയായും അല്ല, അതിനെ തന്നെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി എന്ന് പറയുമ്പോ, ഇപ്പോ ഉദാഹരണത്തിന് സ്വാമി ചിദാനന്ദപുരി ഈ സംഘപരിവാറുമായി അടുത്ത് നിൽക്കുന്ന, BJP-യുമായി അടുത്ത് നിൽക്കുന്ന ഒരു സന്യാസി സമൂഹമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായി കൂടി അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടിന് അപ്പൊ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല. പക്ഷെ അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രൂപത്തിൽ ഒരു വിഷയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോ ചരിത്രപരമായി തന്നെ ആ വിഷയത്തെ പരിശോധിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് തന്നെ വലിയ പിശകുകളുണ്ട്. ഇപ്പൊ ഇവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളായി ആളുകൾ ക്ഷേത്രത്തിൽ കയറുന്നതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചു. അപ്പം വെവ്വേറെ ആയിട്ടുള്ള സമുദായങ്ങൾക്ക് വെവ്വേറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ വെവ്വേറെ ക്ഷേത്രങ്ങളിൽ എല്ലാവരും ആരാധിച്ചിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരിടത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് സ്ത്രീകൾക്കടക്കം മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇന്നവർ ധരിച്ചുകൊണ്ടാണ്
സമൂഹത്തിലാണല്ലോ കയറുന്നത്. അപ്പൊ നമ്മളൊരു നൂറ്റാണ്ടിൽ നിന്ന് പരിഷ്കൃത സമൂഹമായി മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടോ? അപ്പൊ സ്വാഭാവികമായും എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം, ഈ ആരാധന എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അപ്പൊ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ട് കയറണം, എങ്ങനെ ആരാധിക്കണം, ഒരു വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരത്തിലൊരു പരിഷ്കൃത സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെ കൂടി അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അതിന് രാഷ്ട്രീയം, ഇപ്പൊ ഉദാഹരണത്തിന് സ്വാമി സച്ചിദാനന്ദ എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. അതേസമയത്ത് SNDP എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചില താല്പര്യങ്ങൾ കൂടിയുള്ള ഒരു സാമുദായിക സംഘടനയാണ്. NSS എന്നുള്ളതും രാഷ്ട്രീയമായി ചില താല്പര്യങ്ങൾ കൂടിയുള്ള ഒരു സാമുദായിക സംഘടനയാണ്. അപ്പൊ ഇതിനകത്തേക്ക് രാഷ്ട്രീയത്തെ കൊണ്ട് കലർത്തിക്കൊണ്ട് അതിനെ ഉപയോഗിച്ചെടുത്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെ ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുന്നതല്ല ശ്രീ രാഹുൽ. താങ്കൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് പ്രസംഗം ആരംഭിക്കുന്നു. ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒന്ന്, ഇടയ്ക്കെങ്കിലുമൊക്കെ അത് ഉയർന്നു വരുന്നുണ്ട്, അതിലേക്ക് തിരികെ പോകണം എന്ന് പറയുമ്പോൾ അതൊരു ബ്രാഹ്മണിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒന്നാണ്, അത് രാജഭരണത്തെ പിന്തുണയ്ക്കുന്ന ഒന്നാണ് എന്ന തരത്തിൽ പറഞ്ഞു ചേർത്ത് വെച്ചുകൊണ്ടുകൂടി മുഖ്യമന്ത്രി തീർച്ചയായും തന്നെയാണ് ഇടതുപക്ഷം കാലങ്ങളായി പറയുന്നതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് കേരളത്തെ മുന്നോട്ട് നടത്തുന്ന അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു നവോത്ഥാന പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നു കെ സുധാകരനും അതിനെ സംബന്ധിച്ച് അത്തരം ഒരു വിഷയം തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരു ഒരു സനാതന ധർമ്മത്തെ പിന്തുടരുന്ന ഒരാളല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി, അത് CM വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ ആ പ്രസംഗത്തിലുണ്ട്. നേരത്തെ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലായി പോകാത്തത്. അത് വളരെ ക്ലാരിറ്റി, അത് അങ്ങനെ തന്നെയാണ്. സംശയത്തിന്റെ ആവശ്യം പറഞ്ഞിട്ട് അങ്ങ് പോകരുതേ, നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് തന്നെ പോവാം. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മം ശ്രീനാരായണ ഗുരു പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞിട്ട് അങ്ങ് പോകല്ലേ, അങ്ങ് പോവാന്ന് കരുതരുതേ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞോ നിങ്ങളോട്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ലിറ്ററേച്ചേഴ്സിനകത്ത് പറഞ്ഞോ സനാതന ധർമ്മത്തിനെതിരാണെന്ന്? അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാനിവിടെ കോട്ട് ചെയ്താണ് സംസാരിച്ചത്. താൻ സനാതന ധർമ്മത്തിന്റെ വക്താവാണ് എന്നുള്ള കാര്യം. ശങ്കരന്റെ മതം തന്നെയാണ് തന്റെ മതമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളെ വളച്ചൊടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കരുത്. നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ താല്പര്യം അല്ല ശ്രീനാരായണ ഗുരുദേവന്റെ താല്പര്യം. ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ദർശനങ്ങൾ, ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ കവിതകൾ, അദ്ദേഹത്തിന്റെ ജീവിതം, ഇതെല്ലാം മുന്നോട്ട് വെച്ച ദർശനം എന്താണ്, ആശയം എന്താണെന്നുള്ളത് പറഞ്ഞ വർഷവും പറഞ്ഞ തീയതിയും പറഞ്ഞ വേദിയും ഉൾപ്പെടെ കോട്ട് ചെയ്താണ് ഞാൻ ഇവിടെ പറയുന്നത്. 1927 പള്ളാതുരുത്തിയിൽ ശ്രീനാരായണ ഗുരുദേവൻ അവസാന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന സനാതന ധർമ്മം എന്ന് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ 2-3 സ്ഥലത്ത് സനാതന ധർമ്മം അദ്ദേഹം എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ പറഞ്ഞ വിവരക്കേടിനെ ഇവിടെ വന്നിരുന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫാക്ച്വലി കട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും കൂടി താങ്കൾക്കുണ്ടാവും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഗുരു തന്നെ പറഞ്ഞു വെച്ചിട്ട് പോയി. ഈ RSS ചെയ്തിട്ടുള്ളത്, BJP ചെയ്തിട്ടുള്ളത്, ഗുരുവിനെ ആദ്യഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ നോക്കി. ഗുരു ഇങ്ങനെ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരുവിനെ ഫ്ലോട്ടിൽ നിന്നടക്കം ബഹിഷ്കരിക്കാൻ നോക്കി. അങ്ങനെ ഗുരു വഴങ്ങാത്ത ഒരാളായി നിൽക്കുന്നത് ഞാനൊരു ജാതിയുടെ മതത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഗുരു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പോയി ശിവഗിരിയിൽ ഉൾപ്പെടെ ചെന്ന് ഗുരു എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ട് പറയുകയാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചാല് അത് മനസ്സിലാക്കുവാനോ തിരുത്തുവാനോ ഉള്ള മനസ്സൊന്നുമില്ല. പകരം സംഘപരിവാറിന്റെ നേരെ വരുവാണ്. നിങ്ങൾ സംഘപരിവാറിന്റെ നേരെ വരണ്ടാന്നേ. നിങ്ങൾ സംഘപരിവാറിന്റെ നേരെ കുറച്ചു നേരത്തെ ശ്രീകുമാർ സാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്തിനാണ് സംഘപരിവാറിന്റെ കൂടെ? സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇവിടുത്തെ മുഴുവൻ ഹിന്ദു വിശ്വാസികളുടേതുമാണ്. ആ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ അതിന്റെ വക്താവും പ്രയോക്താവുമായിരുന്നു. നിങ്ങൾ അതിനെ തള്ളി പറയുമ്പോൾ നിങ്ങൾ തള്ളി പറയണം. ശ്രീ യുവരാജ്, ദയവായി ശ്രീ രാഹുൽ, അത് തന്നെയാണോ, അതായത് ഈ സംശയം തന്നെയാണോ ഇടതുപക്ഷത്തിനുള്ളത്? അതായത് ഈ ഹൈന്ദവ ഏകീകരണം, ഞാൻ അതാണ് ചോദിച്ചു വന്നത്. അതായത് സനാതന ധർമ്മം എന്നതിൻ്റെ പേരിൽ ഒരു ഹൈന്ദവ ഏകീകരണം നടക്കുന്നു എന്ന് കരുതുക, അത് അപകടകരമാകും, അത് ഇടതുപക്ഷത്തിന് അപകടകരമാകും എന്നൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന സംശയമാണ് ഞാനും ഉന്നയിച്ചത്. ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഇടതുപക്ഷമടക്കവും
എപ്പോഴും പിന്തുണച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമോ? അങ്ങനെ പൂർണ്ണമായും പറയാൻ സാധിക്കുമോ ശ്രീ രാഹുൽ താങ്കൾക്കും? ഈ ഹിന്ദു ഐക്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യം കൊണ്ട് RSS ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ വളരെ ഐഡിയോളജിക്കലായി വലിയ ചർച്ച വേണ്ട കാര്യമാണ്. ഹിന്ദു ഐക്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പൊതുവിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ തന്നെ ഓരോ വിഷയമായി പരിശോധിച്ചാൽ ജാതിപരമായ വിവേചനം, അത് ഈ ഹിന്ദു ഐക്യത്തിനുള്ളിൽ തന്നെ ജാതിപരമായ വിവേചനം നിലനിർത്തിക്കൊണ്ടാണ് ഈ ഹിന്ദു ഐക്യത്തെ കുറിച്ച് പറയുന്നത്. അത് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിനപ്പുറത്തേക്ക് അത്തരം ഒരു ഐക്യവും രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഐക്യം രൂപീകരിക്കുന്നതോടുകൂടി ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു ഐക്യം രൂപപ്പെടുമെന്നോ ഇന്നും ഇടതുപക്ഷം ഒരു കാലത്തും കരുതുന്നില്ല. അങ്ങനെ ഒരു ഇതിന്റെ പുറത്തുമല്ല ഒരു ചർച്ചയും. അല്ല, അങ്ങനെയെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടായിരിക്കാം സുകുമാരൻ നായരെ തള്ളിപ്പറയാതെ പോയത്? എന്തുകൊണ്ടായിരിക്കാം നിശബ്ദത പുലർത്തിയത് എന്നാണ് ഞാൻ താങ്കളുടെ ഒരു റീഡിംഗ് മാത്രമാണ് കേട്ടോ ചോദിക്കുന്നത്. അത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഓരോ ഘട്ടത്തിലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരാളാണ്. എന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് ക്ലിയറായി അറിയാത്ത ഒരാളാണ്. അദ്ദേഹം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ രൂക്ഷമായി VD സതീശനെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതാണ്. ഇപ്പോ സ്വാമി സംസാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ അധികാരം കൂടി ലക്ഷ്യം വെക്കുന്ന ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ പലതും അതിനകത്ത് ഉണ്ടാകാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു ഏകീകരണത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയോ കാണുന്നുമില്ല. അങ്ങനെ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു ഏകീകരണത്തിന് കേരളത്തിന്റെ ഒരു നവോത്ഥാന മനസ്സ് എല്ലാവരുടെയും ഒരു ഏകീകരണമാണ്, എല്ലാ മതങ്ങളുടെയും ഒരു ഏകീകരണമാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം, ക്രിസ്ത്യാനികളുടെ ഏകീകരണം, അങ്ങനെ ഒരു ഏകീകരണത്തെ വെച്ചുകൊണ്ടൊന്നും കേരളത്തിന്റെ നവോത്ഥാന മനസ്സ് ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല എന്നുള്ള. ഇപ്പൊ NSS പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുമല്ല കേരളത്തിലുള്ളത്, SNDP പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു സാമുദായിക സംഘടനകളുടെയും നേതാക്കന്മാരുടെ അല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഒരു പരിഷ്കരണത്തെ കുറിച്ച് എല്ലാ മത സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും അഭിപ്രായം പറയാൻ സാധിക്കുമോ എന്ന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ തന്നെ ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമോ എന്ന്. തീർച്ചയായും വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ സുകുമാരൻ നായർ അടക്കമുള്ള ആളുകളുടെ നിൽക്കുകയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെന്ന് മണിയടിച്ച് അകത്തേക്ക് കയറ്റുകയും ചെയ്ത ഒരു ചരിത്രം നമ്മുടെ പിന്നിലുണ്ട്. ഷർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കയറാൻ കഴിയുമായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് കൂടി NSS നായർ സമൂഹവും സുകുമാരൻ നായരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാലം കൂടി ഉണ്ട്. ആ ചരിത്രത്തെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം പറയുമ്പോൾ ഈ വർത്തമാനകാലത്ത് നിന്ന് നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ പുറത്തു നിന്ന് കണ്ടിരുന്ന കാര്യമാണ് ഇന്ന് അകത്ത് നിന്ന് നമ്മൾ അഭിപ്രായം പറയുന്നതെന്ന് കൂടി ആലോചിക്കണം. അതൊരു വലിയ സമരമാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരടക്കം നേതൃത്വം കൊടുത്തൊരു സമരമാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗോകുൽ, വളരെ പെട്ടെന്ന് എനിക്ക് അല്ല രാഹുലെ, ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നടക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും കേരളത്തിൽ നേരെ ഉണ്ടായിട്ട് പോലും ഇല്ല കേട്ടോ. അതൊക്കെ പിന്നീടാണ് ഉണ്ടായത്. പിണറായിലെ പാറപ്പുറത്ത് ഉണ്ടാകുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ഉണ്ടായി. പിന്നെ NSSന് അത് പറയാനുള്ള പരിപൂർണമായ അവകാശമുണ്ട്. കാരണം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പദയാത്ര നടത്തിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഉൾപ്പെടെ, നവോത്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടെ മുന്നണി പോരാളിയായിട്ട് നിന്ന്. അന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കേരളത്തിലില്ല. വെറുതെ ഇല്ലാത്ത ചരിത്രമൊന്നും പറയുന്നത്. ഷർട്ടിടുന്ന വിഷയമല്ല. താങ്കളോടൊരു ചോദ്യമുണ്ട്. ഈ ഷർട്ടിടുന്ന വിഷയത്തില് ഈ മെക്കയിൽ പോകുമ്പോൾ ആൾക്കാരെ അവിടെ ഷർട്ട് ഇടുന്നില്ല, പകരം ഒരു വെള്ള തുണി പുതച്ചുകൊണ്ടാണ് കയറുന്നത്. അവർ ഷർട്ടിടാൻ അതിനകത്ത് അനുവാദം ഇല്ല. പിണറായി വിജയൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമായിരിക്കുമോ? പിണറായി വിജയൻ പോയി എന്ന് പറയോ ഇതൊക്കെ വളരെ മോശമാണ് എന്ന് പറയോ? അത് അഭിപ്രായം പറയുമായിരിക്കുമോ? അപ്പൊ നിങ്ങൾക്ക് അതുപോലെ കമന്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങളുടെ നവോത്ഥാനമൊക്കെ അങ്ങോട്ട് മടക്കി വെച്ചേക്കാം. പറയുന്നെങ്കിൽ എല്ലായിടത്തും പറയാതിരിക്കും. കേരളത്തിലെ നവോത്ഥാനം ഞങ്ങൾ പണിതെടുത്ത് സമരം ചെയ്ത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. EMS പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് എടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ പണിതെടുത്തത് എങ്ങോട്ടാണ് എല്ലാവർക്കും മനസ്സിലാവും. ശരി, ശ്രീകുമാർ, ഇവിടെ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടൊരു കമന്റ് കൂടി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം NSSന്റെ പുത്രനാണെങ്കിൽ അച്ഛന് വേണ്ടി അല്ലെങ്കിൽ പിതാവിന് വേണ്ടി മാത്രമല്ലേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നത്. അപ്പോൾ ദീർഘകാലത്തിന് ശേഷമാണ് അവിടെ ചെന്നിത്തല എത്തിയത് എങ്കിൽ ഇപ്പോൾ ഇത് ചെന്നിത്തലയ്ക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിന് പൊതുവെ അതൊക്കെ ഒരു ഭംഗി വാക്കല്ലേ?
തൃശ്ശൂരിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കുമല്ലോ. കരുണാകരൻ തൃശ്ശൂരിന്റെ പുത്രൻ എന്ന് ചെല്ല് പറയാറുണ്ട് കെ കരുണാകരൻ. EMS അതുപോലെ തന്നെ EMS കുറിച്ച് കേരള പുത്രൻ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കില്ല. അതൊന്നും വേറെ അർത്ഥമില്ല. അതൊക്കെ വെള്ളാപ്പള്ളി എന്തൊക്കെ നേരത്തെ അഡ്വക്കേറ്റ് വിദ്യാസാഗർ പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നതൊന്നും ആ ഒരു ഗൗരവത്തിൽ ആ സമയത്തുള്ള ഗൗരവം മാത്രമേ അതിനുണ്ടാവുന്നുള്ളൂ. ഇവിടെ ശ്രീ രാഹുൽ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് ഗുരുവായൂരില് മണിയടിച്ചെന്നുള്ളത്. കൃഷ്ണപിള്ളയാണല്ലോ ഉദ്ദേശിച്ചത്. കേളപ്പനും AKGയും ഒക്കെ സമരം ചെയ്യുന്ന കാലഘട്ടത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ തന്നെ ഗാന്ധിയൻ ചിന്തയെ പിന്തുണച്ച ആളാണ് കൃഷ്ണപിള്ള. അത് മനസ്സിലാക്കണം. ആ ഗാന്ധിയൻ ചിന്തയെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചത് എപ്പോഴാണെന്നുള്ളത് വേറെ വിഷയം. അദ്ദേഹം പിന്നെ ചർച്ച ചെയ്യാത്തതൊന്നും പറയുന്നില്ലെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരൻ മണിയടിച്ചെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞ അത്രേ ഉള്ള ഒരു കാര്യം. പക്ഷെ ഈ വിഷയത്തിലേക്ക് വരുമ്പോഴേ എന്തുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു പിന്താങ്ങ പ്രസ്താവന തോന്നിയത്? ഇത് അഭിലാഷം ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് നയം വേണ്ടേ? ആരെങ്കിലും പ്രസംഗിച്ചപ്പോൾ സപ്പോർട്ട് ഉണ്ട്, അതാണോ വേണ്ടേ? അതാണോ വേണ്ടത്? പാർട്ടി പറയണം നവോത്ഥാനത്തിന്റെ നായകരാണ് ഇന്നത്തെ മതിൽ കെട്ടിയ ആൾക്കാരാണല്ലോ. അത് കോൺഗ്രസിനും ബാധകമാവില്ല. കോൺഗ്രസ് അങ്ങനെ കൃത്യമായി പറയുന്നുണ്ടോ എന്ന് രാഹുൽ ഇടയ്ക്ക് സംശയം ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. എന്താ സംശയം? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവർക്ക് ഇതൊരു വിഷയമാണോ? കേരളത്തിലെ മഹാത്മാഗാന്ധി ആണല്ലോ വൈക്കം സത്യാഗ്രഹ സമരത്തില് മന്നത്ത് പത്മനാഭനെ എന്താ പറയാ സ്വാധീനിച്ച വ്യക്തിത്വം ഏതാ? കൃഷ്ണപിള്ളയെ സ്വാധീനിച്ച വ്യക്തിത്വം ഏതാ? ആ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസിന്റെ പാരമ്പര്യം മതേതര ചിന്തയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് അനാവശ്യമായിട്ട് വിവാദം വിളിച്ചു പറയാത്തത്. ഷർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ള അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഒരു വ്യക്തി അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിൽ പോകണമെന്നുള്ള വളരെ കറക്റ്റ് ആണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ പാർട്ടിക്കാണ് തീരുമാനം എടുക്കണമെങ്കിൽ ഇന്നിപ്പോ ഗോവിന്ദ മാഷ് അത് പിന്തുണച്ചിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. ഗോവിന്ദ മാഷ് പിന്തുണയ്ക്കുകയാണെങ്കിൽ പാർട്ടി പിന്തുണച്ചു. അപ്പൊ പാർട്ടി പിന്തുണയ്ക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡുകൾ തീരുമാനമെടുക്കണം, അല്ലെ ഗവൺമെന്റ് ബില്ല് കൊണ്ടുവരണം. അതല്ലെങ്കിൽ പാർട്ടി ഇതിന്റെ മുന്നണി LDF ആണല്ലോ ഭരിക്കുന്നത്, LDFന്റെ നയമായിട്ട് പ്രഖ്യാപിക്കണം. ചുമ്മാ ഒരു പ്രസംഗത്തെ പറഞ്ഞിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത്. കാരണം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ പിന്താങ്ങിയ വെള്ളാപ്പള്ളി പ്രശ്നം കുടുങ്ങിപ്പോകും. കാരണം ഈഴവരും ഇന്ന് പൂണൂൽ ചരിക്കുന്നുണ്ട്, അതറിയാവോ? വിശ്വകർമ്മജർ പൂണൂൽ ചരിക്കുന്നുണ്ട്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളിലെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർ ക്ഷേത്രത്തിൽ ശാന്തിക്കാരായിട്ട് നിയമിക്കുന്നുണ്ട്. അവര് പൂണൂൽ ചരിക്കുന്നുണ്ട്. അപ്പൊ പൂണൂല് കാണാൻ വേണ്ടിയാതൊക്കെ പറഞ്ഞ് എന്താ നമ്മളെ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ലത്. അപ്പൊ ഞാൻ സ്വാമിജിയുടെ ആ ഒരു പ്രസ്താവന അത് എന്തോ സ്വാമിജിക്ക് ഒരു തെറ്റിദ്ധാരണ വന്നതാണോ അതോ അദ്ദേഹം എനിക്ക് അറിയില്ല എന്തായാലും. പക്ഷെ അതൊരു ഞാൻ പരിഷ്കൃത സമൂഹത്തിൽ അവിടെ ശ്രീകുമാർ, ഞാൻ ഇടപെടാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലുള്ള ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായി ദളിതർ വന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലല്ലേ എന്ന് ഇടതുപക്ഷം അഭിമാനത്തോടെ ചോദിക്കുന്നുമുണ്ട്. ആര് പറഞ്ഞു? എത്രയോ കാലം മുമ്പ് തന്നെ ഇവർക്കൊക്കെ ഈ പഠിപ്പിച്ചു തുടങ്ങിയതാണ് തന്ത്രവിദ്യകള്. അത് ശരിയാണ്, പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പോരെ, അതായത് തന്ത്രവിദ്യ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ നിസ്സാര, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കാം. അതിനിപ്പോ എന്താ തെറ്റുള്ളത്? കോൺഗ്രസ് മേൽശാന്തിയാകണമെങ്കിൽ ഇപ്പോഴും മലയാള ബ്രാഹ്മണൻ തന്നെ വേണം. അത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലാണ് എന്ന് തോന്നുന്നു ശ്രീ വിദ്യാസാഗർ. കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ കാണണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ അവസാനം ഒന്ന് പറയാ കമ്മ്യൂണിസ്റ്റ് ദേവസ്വം മന്ത്രി ആണെങ്കിൽ അവസാനം പറയുക അത് തന്ത്രിയുടെ തീരുമാനം എന്താ പറയാ. അപ്പൊ തന്ത്രിയെ അംഗീകരിക്കണമെങ്കിൽ ഇവർ ഈ വിപ്ലവം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശ്രീ വിദ്യാസാഗർ, ഒരു വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുള്ള പരാമർശത്തിന് അപ്പുറത്ത് ആത്മാർത്ഥമാണോ എന്ന് ശ്രീകുമാർ സാർ ചോദിക്കുന്നത്. ഒരു കാര്യമുള്ളൂ ഇതിനകത്തിപ്പോ എന്തെങ്കിലും കൂടുതൽ ചോര കുടിക്കാൻ കഴിഞ്ഞേക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സച്ചിദാനന്ദ സ്വാമി അവിടെ പ്രസംഗിച്ചപ്പോ അതിനോട് അഭിപ്രായം പറഞ്ഞതാണ്, ചേർന്ന അഭിപ്രായം പറഞ്ഞതാണ് എന്ന് പറയുന്നത് അത് കാര്യങ്ങളെ കുറച്ച് വക്രീകരിച്ചു കൊണ്ടുപോകുന്നതാണ്. സാന്ദർഭികമായിട്ട് ആ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. മാറ്റങ്ങൾ അനിവാര്യമല്ലേ? ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുക, 1983-84 കാലഘട്ടത്തിലാണ് ഗുരുവായൂരിൽ ഒരു പ്രത്യേകമായ സദ്യ ഉണ്ടായിരുന്നല്ലോ. ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക സ്ഥലത്ത് നടത്തുന്ന നമസ്കാര സദ്യ. ആ നമസ്കാര സദ്യ മാറണം.
ആ നമസ്കാര സദ്യയിൽ പോയിരുന്ന ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ ആനന്ദ തീർത്ഥസ്വാമിയെ, അല്ല ഒന്നാമത്തെ ഷേണായിയായിരുന്നു അദ്ദേഹം. 24 വയസ്സില് MA ബിരുദവും പാസ്സായച്ച് മതമൊക്കെ ഉപേക്ഷിച്ച്, ജാതിയും മതമൊക്കെ ഉപേക്ഷിച്ച് ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച അവസാനത്തെ സന്യാസിയാ അദ്ദേഹം. അവിടെ കയറി സദ്യക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദേവസ്വംകാട് ലാത്തി കൊണ്ട് പൊക്കി നോക്കി അദ്ദേഹത്തിന്റെ മേൽമുണ്ട്. പൂണൂർ ഇല്ലെന്ന് കണ്ടപ്പോ കഴുത്തിന് പിടിച്ച് പുറത്താക്കി അടിയും കൊടുത്തു. ഈ കേരളം മുഴുവൻ അതിനെതിരെ പ്രതിഷേധിച്ചു. എന്റെ നാട്ടുകാരൻ അവർ സുകുമാരൻ, കല്ലറ സുകുമാരൻ, തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനട ജാഥ നടത്തി. അത് SNDP യോഗം അവരുടെ ആ വഴിക്ക് പോകുന്ന ഉള്ള ശാഖകളിലെല്ലാം നിങ്ങൾ സുകുമാരന്റെ ജാഥയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിന് സ്വീകരണം കൊടുക്കണം എന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചു. ഞാൻ അന്ന് ചെറുപ്പക്കാരനായ ഒരു യോഗം കൗൺസിലറായിട്ട് SNDP യോഗത്തിന്റെ കൗൺസിലുള്ള കാലമാണ്. ആദരണീയനായ മൺമറഞ്ഞ MK രാഘവൻ വക്കീൽ SNDP യോഗത്തിന്റെ പ്രസിഡന്റാ. ഇങ്ങനെ ഓരോ സാമൂഹ്യ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോ ചർച്ചകൾ ഉണ്ടാകണം. അതിനെ അങ്ങനെയുള്ള ചർച്ചകളിലൂടെയും അതുപോലെയുള്ള ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങളിലൂടെയും ഇപ്പൊ മണിയടിക്കാൻ വേണ്ടി കൃഷ്ണപിള്ള ജോഡിയില്ലേ, ഇപ്പോഴും മണിയടിക്കാനല്ലേ പറ്റുന്നുള്ളൂ. മേൽശാന്തിയാകണമെങ്കിൽ മലയാളം ബ്രാഹ്മണം വേണമെന്ന് എവിടെ എഴുതി വെച്ചിരിക്കണു? നമസ്കാര സദ്യയിൽ ആനന്ദ തീർത്ഥന് കയറി അവിടെ ഇരുന്നിട്ട് എന്ത് കുഴപ്പമുണ്ടായി? ഇപ്പൊ അത് അങ്ങനെ ഒരു ഏർപ്പാട് തീർച്ചയായും ശ്രീ യുവരാജ് ഗോകുൽ, ഞാൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ വിദ്യാസാഗർ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു പോയത്. അല്ല, മുഖ്യമന്ത്രി പറയുന്ന മാറ്റം ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാറ്റമാണ്. ഇതൊക്കെ പ്രവർത്തന പദത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സംഘപരിവാർ കൊണ്ട് എത്തിച്ചതാണ്. ആലുവയിൽ തന്ത്രവിദ്യാപീഠം ആരംഭിക്കുകയും ആ തന്ത്രവിദ്യാപീഠത്തിലൂടെ എത്രയോ അബ്രാഹ്മണരായിട്ടുള്ള ഈവൻ ദളിത് വിഭാഗത്തിൽ നിന്ന് വരെയുള്ള മേൽശാന്തിമാരെയും തന്ത്രിമാരെയും ഒക്കെ സൃഷ്ടിക്കുകയും ഞങ്ങളുടേതായ ക്ഷേത്രങ്ങളിലൊക്കെയും അവരെ പൂജയും മേൽശാന്തിയായിട്ടും ഒക്കെ ആക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡാണ് നിശ്ചയിക്കേണ്ടത്. ഞങ്ങളുടെ നിലപാട് അനുസരിച്ചിട്ട് പൂജയും തന്ത്രവും വളരെ കൃത്യമായിട്ട് അത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ്. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു എങ്കിൽ അതിനെ BJP പിന്തുണയ്ക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചത്, ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് നേടേണ്ട ഒന്നല്ല, അത് കർമ്മം കൊണ്ട് നേടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ശ്രീകുമാർ സാർ, സമയപരിമിതി വളരെ പെട്ടെന്ന്. നമ്മുടെ വിദ്യാസാഗർ കാര്യം പറഞ്ഞല്ലോ, കല്ലറ സുകുമാരന്റെ പെട്ടെന്ന് കല്ലറ സുകുമാരൻ, ഈ കല്ലറ സുകുമാരന്റെ ഒപ്പം പന്തിഭോജനത്തിൽ പങ്കെടുത്ത ആള് KK നായരാണ്. 4 നൂറ്റാണ്ട് 10-30 വർഷം മുമ്പ്, അത് മറക്കരുത്. അല്ല, അറിയോ, എനിക്കറിയാം. ഞാൻ അന്ന് അതിനകത്ത് അവിടെ ഈ സമാപനത്തിന് അവിടെ ഞങ്ങൾ ഈ വിഷയം അധികരിച്ചുകൊണ്ട് കേരളത്തിൽ ആകമാനം ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് വരികയും അവിടെ വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തിയ ഒരു കാലാത്. KK നായരൻ സാറ് അവിടെ ചെന്ന് ഈ നമസ്കാര സദ്യയില് സുകുമാരനെയും വിളിച്ചിരുത്തി അവരെല്ലാരും കൂടെ അവിടുന്ന് സദ്യ കൊണ്ടു എന്നുള്ളത് ശരിയാ. ബ്രാഹ്മണർക്ക് വിളമ്പുന്ന നമസ്കാര സദ്യയിൽ അന്ന് കയറാൻ പറ്റിയില്ല. പിൽക്കാലത്ത് ഈ കാലത്തിന്റെ ഉൾവിളി ഉൾക്കൊണ്ടുകൊണ്ട് ഭരണസമിതി അത് വേണ്ടെന്ന് വെച്ചു. തീർച്ചയായും എന്തായാലും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടരുന്നവരാണ് നമ്മൾ. പക്ഷേ അതിൽ മാറ്റങ്ങൾ ആരാണ് നിർദ്ദേശിക്കേണ്ടത് എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ മതമോ മതത്തിൽ രാഷ്ട്രീയമോ ഇടപെടരുത് എന്നൊക്കെ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ 2025-ലും അത്തരം ഇടപെടലുകൾ നടക്കുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒരിക്കൽ കൂടി എന്തായാലും ആരോഗ്യകരമായി തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് പോയത് എന്നതിലുള്ള നന്ദി കൂടി എല്ലാ അതിഥികളെയും അറിയിക്കട്ടെ. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.